തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ബി.ജെ.പിക്കാർക്ക് എങ്ങനെയും രണ്ടക്കം തികയ്ക്കാനുള്ള തത്രപ്പാടിലാണ്. അതിനായിട്ട് എന്ത് വേലത്തരങ്ങളും അവർ കാണിക്കും. ഇപ്പോൾ സർക്കാരിനെയും ഇടതുപക്ഷത്തിനെയും പ്രതിച്ഛായയിൽ കരിവാരി തേക്കാനാണ് ഈ സംഘിക്കൂട്ടങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കരിവന്നൂർ വിഷയത്തെ ആണ് അവർ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത്. നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകി ഇടപാട് സാധാരണ നിലയിലായ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിനെ വീണ്ടും കരിവാരി തേച്ച് തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ ശ്രമിക്കുകയാണ് ബി.ജെ.പിയുടെ ഉദ്ദേശം തന്നെ. അതിന്റെ പിന്നിലെ മറ്റൊരു ഉദ്ദേശം ഈ അളവില്ലാതെ ഒഴുകുന്ന കുഴൽപ്പണം അതും മറച്ചുവെക്കാൻ വേണ്ടി കൂടിയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കുഴൽപ്പണം ഇറക്കിയ തൃശ്ശൂരിൽ അത് വീണ്ടും ബി.ജെ.പിയെ തിരിഞ്ഞു കുത്തുകയാണ്. കൊടകര കുഴൽപ്പണ കവർച്ച കേസ് അന്വേഷണം പോലീസ് റിപ്പോർട്ടിൽ ബാംഗ്ലൂരിൽ നിന്ന് കള്ളപ്പണം കടത്തിയതിന്റെ ബി.ജെ.പി നേതാക്കളുടെ പങ്ക് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 41.4 കോടി രൂപയാണ് ബി.ജെ.പി സംസ്ഥാനത്ത് കള്ളപ്പണമായി ഒഴുക്കിയത്. 2021 ഏപ്രിൽ 4 പുലർച്ചെ കൊടകരയിൽ കൃത്രിമ വാഹന അപകടമുണ്ടാക്കി കവർന്ന 3.5 കോടി രൂപ ബി.ജെ.പി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊണ്ടുവന്നതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. ആർക്കൊക്കെ എവിടെ വെച്ച് പണം കൈമാറിയെന്ന് ചാർട്ട് സഹിതം റിപ്പോർട്ട് കൈമാറിയിട്ട് 2.5 വർഷമായെങ്കിലും പ്രാഥമിക അന്വേഷണത്തിന് പോലും ഇ.ഡി. ഇതുവരെ തയ്യാറായിട്ടില്ല. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ആലത്തൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയെ പ്രധാനമന്ത്രി വിളിച്ച് കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം നൽകുമെന്ന് ഉറപ്പ് നൽകിയെന്ന വാർത്തയിലും ദുരൂഹതയുണ്ട്. കരുവന്നൂർ ഉൾപ്പെടുന്ന പ്രദേശം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലാണുള്ളത്. തൃശൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വിളിക്കാതെ ആലത്തൂരിൽ ഒരു ദിവസം മുൻപ് മാത്രം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയോട് ഇക്കാര്യം പറഞ്ഞ് മറ്റു ചിലതുകൂടി മറയ്ക്കാനും പ്രചരണത്തിനുമായിരിക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിച്ച തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 15 കോടി രൂപയാണ് കള്ളപ്പണം ഇറക്കിയത്. കൊടകര കുഴൽപ്പണം അന്വേഷിച്ച പോലീസ് ഇ.ഡിക്ക് നൽകിയ റിപ്പോർട്ടിലും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ ക്രമക്കേടിൽ മുഖ്യപ്രതികളായി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ജയിലിലടച്ച മുൻ സെക്രട്ടറി ടി.ആർ. സുനിൽകുമാർ, മുൻ മാനേജർ ബിജു കരീം എന്നിവരെ ഇ.ഡി മാപ്പുസാക്ഷികളാക്കിയും അന്വേഷണം വഴിതിരിച്ചു വിടുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.